നമസ്കാരം. കേരള ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. എറണാകുളം മെഡിക്കൽ കോളേജിൽ കുട്ടികളിലെ മൂത്രാശയ സംബന്ധമായ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പീഡിയാട്രിക് സിറ്റോസ്കോപ്പ് വാങ്ങുന്നതിന് സിന്തേറ്റ് ഗ്രൂപ്പിന്റെ സഹായം 8 ലക്ഷം രൂപയാണ് ധനസഹായമായി നൽകിയത്. തൊഴിലാളിയായി 36 വർഷത്തെ സേവനം പൂർത്തിയാക്കി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന റീഫണ്ട് തുക ഏറ്റുവാങ്ങുന്ന അലിയാറിന് ക്ഷേമനിധി ബോർഡിന്റെ ആദരം. മോട്ടോർ ഉയർന്ന റീഫണ്ട് തുകയായ 5,84,446 രൂപയ്ക്കും ഉയർന്ന പെൻഷൻ നിരക്കായ 9,200 രൂപയ്ക്കും അർഹനായ VA അലിയാരിനെ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KK ദിവാകരൻ ആദരിച്ചു. സംസ്ഥാനത്തെ 1,458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തൽ. ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. പാസ്പോർട്ടിൽ ജീവിത പങ്കാളിയുടെ വിവരങ്ങൾ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനും ഇനി പുതിയ നിബന്ധനകൾ. ഇത് സംബന്ധിച്ച ഉത്തരവുകൾ പ്രാബല്യത്തിൽ വന്നു. ഇത് പ്രകാരം പാസ്പോർട്ടിനായുള്ള അപേക്ഷയിൽ ഇനി മുതൽ ജീവിത പങ്കാളിയുടെ പേര് ചേർക്കണമെങ്കിൽ സർക്കാർ രജിസ്ട്രേറ്റ് വിവാഹ സർട്ടിഫിക്കറ്റോ ജോയിന്റ് ഫോട്ടോയോ നൽകണം. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇല്ലാതെ ഇറങ്ങിയിട്ടും കേരളത്തിന് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ തകർപ്പൻ ജയം. നാഗാലാൻഡിനെ 8 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത നാഗാലാൻഡ് ഉയർത്തിയ 121 റൺസ് വിജയലക്ഷ്യം 11.2 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടപ്പെടുത്തി കേരളം മറികടന്നു. ദുബൈയിലെ ഹത്ത ഡാമിലെ വെള്ളച്ചാട്ടത്തിൽ മാർബിൾ കഷ്ണങ്ങൾ കൊണ്ട് തീർത്ത ചിത്രത്തിന് ഗിന്നസ് റെക്കോർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ മൊസൈക് ചിത്രത്തിലുള്ള റെക്കോർഡാണ് ഈ ചിത്രം സ്വന്തമാക്കിയത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.